അബി, നീ അരവിന്ദനെ മാത്രമേ കല്യാണം കഴിക്കുന്ന പിടിവാശി കാരണം എല്ലാ അപമാനം സഹിച്ച് ഈ കല്യാണത്തിന് സമ്മതിച്ചത്. ഇപ്പൊ അവന്റെ ഫ്രണ്ട് പുറത്തു പോകണമെന്ന് പറഞ്ഞാൽ ഈ കല്യാണം നടക്കാതെ പോകും. പൊക്കോട്ടെ, അല്ലെങ്കിൽ തന്നെ എന്റെ കല്യാണം നിന്നുപോയതല്ലേ. ആ വേദന എന്താണെന്ന് അവരും ഒന്ന് അറിയട്ടെ. നീ വേണമെന്ന് പറയുമ്പോൾ നടത്താനും വേണ്ടെന്ന് പറയുമ്പോൾ നടത്താതിരിക്കാനും കല്യാണമൊന്നും കുഞ്ഞുകളിയല്ല. ഇത് ഞാനും നീയും ചേർന്ന് തീരുമാനിക്കുന്നതല്ല, മുകളിൽ ദൈവം തീരുമാനിക്കുന്നതാ. പക മനസ്സിൽ വെച്ചുകൊണ്ട് നിന്റെ ജീവിതം നശിപ്പിച്ചു കളയല്ലേ മോളെ. അതല്ല ചിറ്റപ്പ, എനിക്ക് അരവിന്ദനോടും അവന്റെ കുടുംബത്തോടും യാതൊരു വൈരാഗ്യവുമില്ല. എന്റെ ശത്രു എന്നത് ആ ചന്ദ്രുവാണ്. അവനെ ഞാൻ പുറത്താക്കാതെ നാളെ കല്യാണ പന്തലിലേക്ക് വരില്ല. നല്ല ഫുഡ് പറ്റില്ല. ചന്ദ്രു ഇല്ലാതെ ഈ കല്യാണം നടക്കില്ല. അതിന് ഞങ്ങൾ സമ്മതിക്കില്ല. അവൻ ഇവിടെ ഉള്ളപ്പോൾ ഒരു കാരണവശാലും ഈ കല്യാണം നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾ എല്ലാവരോടും അവസാനമായി ഒരേ ഒരു കാര്യം പറയുന്നു. ഈ കല്യാണം നന്നായി നടക്കണമെന്നുണ്ടെങ്കിൽ ചന്ദ്രു ഈ വീട് വിട്ട് വെളിയിൽ പോയേ മതിയാവൂ. ഇതെന്താ സാവിത്രി, മുഹൂർത്ത സമയം അടുത്തില്ലേ? മൂർത്തി, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല മൂർത്തി. പ്രസവിച്ച മകനേക്കാളും വളർത്തിയ മകനെ ഞാൻ. നീ വേണവിടെ അവനോടൊന്ന് പറഞ്ഞു. ഇല്ലമ്മേ, അരവിന്ദന്റെ കല്യാണം കാണുവാൻ വേണ്ടി എല്ലാരേക്കാളും അവനാണ് കൂടുതൽ ആഗ്രഹം. അവനോട് പുറത്തു പോകാൻ എനിക്ക് പറയാൻ പറ്റില്ല. എന്നോട് ക്ഷമിക്കമ്മേ. ഞാനിവിടുന്ന് പോയിക്കോളാം. നീ പോകരുതടാ. ആര് പറഞ്ഞാലും നീ പോകരുത്. ഈ കല്യാണം നടക്കാതിരിക്കുന്നതാണ് നമ്മുടെ അരവിന്ദന് നല്ലത്. അന്ന് ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം നീ ഇപ്പോൾ എന്നോട് തിരിച്ചു പറയുമല്ലേ? ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ അരവിന്ദൻ, അമ്മ, അച്ഛൻ ഇവരുടെ എല്ലാ അഭിമാനമാണ് നമുക്കിപ്പോൾ വലുത്. അതുകൊണ്ട് ഞാനിവിടുന്ന് പോകാമെന്ന് തീരുമാനിച്ചു. പക്ഷേ ഇതൊന്നും അരവിന്ദൻ അറിയാൻ പാടില്ല. അവൻ ചോദിച്ച ഞാൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണെന്ന് പറഞ്ഞാൽ മതി. സത്യം ചെയ്യ എനിക്ക്. നീ ഇവിടെ നടന്നതൊന്നും അരവിന്ദനോട് പറയുന്നതെന്ന് സത്യം ചെയ്. എടാ ചന്ദ്രു, എടാ നിന്റെ ഫ്രണ്ടിന്റെ കല്യാണം മനസ്സ് നിറയെ കാണുന്നു. ഒരുപാട് ആഗ്രഹിച്ചു അല്ലേ? ഇതാണ് ഞാൻ നിനക്ക് തരുന്ന ആദ്യത്തെ ശിക്ഷ. ഇനി നീ എത്ര ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും ഞാൻ നിന്നെ വിടില്ല. ആര് പറഞ്ഞാലും ശരി, നീ അവനെ വിട്ടത് ഒട്ടും ശരിയായില്ല. അവൻ പോണമെന്ന് പിടിവാശി കാണിച്ചെങ്കിൽ എന്നോട് നീ വന്ന് പറയണ്ടേടാ. ദേ നോക്ക്, സത്യം പറയടാ. ഈ കല്യാണത്തിന് അവനായിട്ട് സമ്മതിച്ചതാണോ, അതോ മനഃപൂർവ്വം ആരെങ്കിലും അവനെ കൊണ്ട് സമ്മതിപ്പിച്ചതാണോ, അതോ എൻ്റെ അച്ഛനും അമ്മയും അവനെ കൊണ്ട് പറയിപ്പിച്ചതോ? അവരാരും ഒന്നും പറഞ്ഞില്ല. പിന്നെ ആരാ? പറയടാ, ആരാ അവനെ കൊണ്ട് പറയിപ്പിച്ചത്? ഞാനാ. നീ ഇപ്പോഴും പത്മിനിയെ സ്നേഹിക്കുന്നെന്ന് അവനോട് ഞാൻ കള്ളം പറഞ്ഞു. അതുകൊണ്ട് അവൻ കല്യാണത്തിന് സമ്മതിച്ചത്. എന്തിനാടാ അങ്ങനെ പറഞ്ഞത്? എങ്ങനെങ്കിലും ഈ കല്യാണം നടക്കണമായിരുന്നു. അല്ലെങ്കിൽ നിന്റെ അച്ഛനും അമ്മയും ചന്ദ്രുവിനെ വെറുക്കും. അവൻ വീടിന് പുറത്തു പോയാൽ പിന്നെ അമുതയുടെ കരച്ചിൽ നമ്മൾ കണ്ടോണ്ടിരിക്കണ്ടേ? ഇതല്ലാതെ വേറൊരു വഴി ഞാൻ കണ്ടില്ലായിരുന്നടാ. അതുകൊണ്ടാണ് ഞാൻ കള്ളം പറഞ്ഞ് അവനെ സമ്മതിപ്പിച്ചത്. നീ എന്തു മനസ്സ് വിചാരിച്ച എന്നെ കല്യാണം കഴിച്ചെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവടി. നിന്റെ ഉദ്ദേശമൊന്നും നടക്കില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ താലി കെട്ടിയത്. നിനക്ക് മാത്രമല്ല, ലോകത്തിൽ ആർക്കും എന്നെയും അവനെയും വേർപെടുത്താനാവില്ല. ഇനി അവൻ വന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ നിനക്ക് ഭാര്യയുടെ സ്ഥാനം.
നിന്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് എനിക്ക് ഭാര്യയായിരിക്കേണ്ട ആവശ്യമില്ല. ഈ നിമിഷം തന്നെ നീ എൻ്റെ വീട്ടിൽ നിന്ന് പോണം പത്മിനി. നീയോ? നീയാണിതെല്ലാം എഴുതിയതല്ലേ? വാടി ഇവിടെ. വാടി. നിന്നെ കൊണ്ട് ഞാൻ പറയിക്കോടി. വാടി ഇവിടെ. വരാൻ. മോനെ, അവൾ എന്ത് തെറ്റാ ചെയ്തേ? ഈ വീട്ടിൽ നടന്ന എല്ലാ സംഭവത്തിനും ഇവള് തന്നെയാ കാരണം. ഇത് കണ്ടോ, ഇവൾ എഴുതിയത് ഇതെല്ലാം. എന്നെയും പത്മിനിയെയും വേർപെടുത്താൻ വേണ്ടി പത്മിനി എഴുതും പോലെ ഇവൾ എന്താ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങള്? ഇതുപോലെ തന്നെ ഓരോ പ്രാവശ്യവും നീ കത്തെഴുതുന്ന പോലെ ഇവൾ എഴുതി എന്നെ ഈ ഗതിയാക്കിയത്. നിശ്ചയത്തിന്റെ അന്ന് രാത്രിയിൽ നിന്റെ ബെഡ്റൂമിൽ വന്നത്, അന്ന് അവിടെ ബഹളം ഉണ്ടായത്, നിന്റെ കല്യാണം മാറിപ്പോയത്, എല്ലാത്തിനും ഇവള് തന്നെയാ കാരണം. പറയടി, എന്താ നീ മിണ്ടാതിരിക്കുന്നേ? എല്ലാ സത്യങ്ങളും പറഞ്ഞു കൊടുക്കടി. പറയാം, ഞാൻ എഴുതിയത്. നിങ്ങളോട് രണ്ടുപേരോട് പ്രതികാരം വീട്ടാൻ അങ്ങനെ ചെയ്തേ. ഞാൻ ഈ തറവാട്ടിൽ ജനിച്ചവളാ. എന്നെ ഇവിടെ ആരാ ബഹുമാനിക്കുന്നത്? നിങ്ങൾക്കെല്ലാവർക്കും അവളല്ലേ മഹാറാണി. നിന്നോടും കൂടി പറയാ, ഞാനാണ് നിന്നെ ആദ്യമായി കണ്ടിഷ്ടപ്പെട്ടത്. പക്ഷെ നീയോ അവളെ കണ്ടത് അവളുടെ പുറകെ പോയല്ലേ. നിസ്സാരം പെയിന്റ് അടിക്കാൻ വന്ന നിനക്കും എന്നെ ഇഷ്ടമായില്ല. ആ ദേഷ്യത്തിന് ചെയ്തതാ, ഇനിയും ചെയ്യും. എന്താടി പറഞ്ഞു? അല്ല ചേട്ടാ, വിടവളെ. ഇവൾ പത്മിനിയോട് ചെയ്ത ദ്രോഹത്തിന് ഇവള് ജീവിച്ചിരിക്കാൻ പാടില്ല. ഇവക്ക് ജന്മം നൽകിയ പാപത്തിന് ഞങ്ങൾ തീർച്ചയായും ശിക്ഷ അനുഭവിക്കണം. വേഷം കെട്ട് കാണിക്കലേ, കൈയെടുക്കടാ. അവൾ ഒരു കൊച്ചു പെണ്ണല്ലേ, എന്തോ തമാശക്ക് ചെയ്യുന്നതെന്ന് വെച്ച് അതിനിങ്ങനെ വെറുതെ. അഭിരാമി, നീ അവരുടെ അടുത്ത് ചെന്ന് മാപ്പ് ചോദിക്കും. എന്തിനാ ചേട്ടാ ഇവിടെ ഇങ്ങനെ കൊഞ്ചിക്കുന്നേ? എടുക്കടിക്കേ, പോയി ക്ഷമ ചോദിക്കും. വേണ്ട ചിറ്റപ്പ, ഇനി ക്ഷമ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. അന്ന് എല്ലാവരുടെ മുന്നിലും ഞാൻ തല കുനിച്ച് നാണം കെട്ടു നിന്നിരുന്നു. അപ്പോഴെങ്കിലും നിനക്ക് സത്യം പറയായിരുന്നു. എനിക്ക് വേണ്ടി ചെയ്യണ്ട, നമ്മുടെ തറവാടിന്റെ അന്തസ്സും അഭിമാനവും നിലനിർത്താൻ വേണ്ടിയെങ്കിലും പറഞ്ഞുകൂടായിരുന്നു. എന്റെ അനിയത്തി ചെയ്ത തെറ്റിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ക്ഷമ ചോദിക്കേണ്ടത് ഞാനാണ്. അതെല്ലാം വിശ്വസിച്ച് ഞാനാണ് നിന്റെ ജീവിതം തകർത്തത്. അതുകൊണ്ടല്ലേ നീ എൻ്റെ ഭാര്യയായി തീരേണ്ടി വന്നത്. ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയെന്ന് ഓർക്കണ്ട. ജീവിതാവസാനം വരെ ഇവന്റെ കൂടെ ജീവിച്ചു തീർക്കണമെന്നുള്ള പേടി വേണ്ട. പറയേ, ഈ നിമിഷം ഞാൻ ഇവിടുന്ന് പോയിക്കോളാം. അല്ലെങ്കിൽ എൻ്റെ കൂടെ തന്നെ ഇരുന്നുകൊണ്ട് എന്നോട് പ്രതികാരം ചോദിക്കാനാണെങ്കിൽ അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എന്നാൽ ഒരു കാര്യം, നീ എന്നോട് മാത്രമേ പ്രതികാരം ചെയ്യാവുള്ളൂ. എൻ്റെ ചങ്ങാതി ചന്ദ്രു, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നോടുള്ള സ്നേഹം കൊണ്ട് എന്നെ ചതിച്ചതായിരിക്കും എന്നോർത്താണ് അവൻ ഇങ്ങനെയൊക്കെ പെരുമാറിയത്. അവനോട് നീ ഒരു ദേഷ്യവും കാണിക്കരുത്. അവനോട് മാത്രമല്ല, അഭിരാമിയോട് പോലെ എനിക്ക് ഒരു ദേഷ്യമില്ല. അവൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നിങ്ങളെപ്പോലെ ഒരു നല്ല മനുഷ്യന് എനിക്ക് ഭർത്താവായി കിട്ടില്ലായിരുന്നു. നമുക്കുടനെ തന്നെ നാട്ടിലേക്ക് പോകാം. നിങ്ങളുടെ ഫ്രണ്ടിനെ നമ്മുടെ കല്യാണം കാണാൻ സമ്മതിക്കാതെ പുറത്താക്കി. അവനെ കണ്ട് എനിക്ക് ക്ഷമ ചോദിക്കണം. പത്മിനി, നീ ഇപ്പൊ പറഞ്ഞ ആ ഒരു വാക്ക് മതി. ഇതെല്ലാം അറിയുമ്പോ എന്നെക്കാളും അവനായിരിക്കും സന്തോഷിക്കുന്നത്.